മത്സരങ്ങളൊക്കെയും പുരോഗമിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇവിടെ ജില്ലാ തലത്തിലേക്ക് പയ്യന്നൂർ ഉപജില്ലയിൽ നിന്ന് വന്ന 2 ഐറ്റത്തിൽ മത്സരിച്ച് 2 ഐറ്റത്തിലും 1ാം സ്ഥാനം നേടിയ ഒരു കൊച്ചു മിടുക്കനാണ് കൂടെ ഹൈസ്കൂൾ വിഭാഗത്തിൽ ദേവരാഗ് അല്ലേ? ഇന്നലെയും വന്നിരുന്നു ഇവിടെ 1ാം സ്ഥാനം കിട്ടിയിട്ട്. ഏതായിരുന്നു ഐറ്റം? ഇന്നലെ ശാസ്ത്രീയ സംഗീതം. ഇന്നിപ്പോ ഏതൈറ്റത്തിലാണ്? കഥകളി സംഗീതം. കഥകളി സംഗീതം. അപ്പൊ എത്ര നാളായിട്ട് പാട്ട് പഠിക്കുന്നുണ്ട്? പാട്ട് 11 കൊല്ലമായിട്ട് പഠിക്കുന്നുണ്ട്. ഇതാരാ ഇവിടെ ഒരു കൊച്ചു മിടുക്കി? അനിയത്തിയാണ്. അനിയത്തിന്റെ പേര് രാഗസുധ. നല്ല പേര്. രണ്ടാളും പാട്ടുമായി ബന്ധപ്പെട്ടതാണല്ലോ അല്ലേ? ദേവരാഗും രാഗസുധി. മോൾ പാട്ട് പാടുമോ? ഏട്ടന്റെ പാട്ട് ഇഷ്ടമാണോ? ഏട്ടൻ പാട്ട് പാടുന്നതൊക്കെ ഇഷ്ടമാണോ? അതെ അല്ലേ? അപ്പോൾ ഏട്ടന് 1ാം സ്ഥാനം കിട്ടിയപ്പോൾ സന്തോഷമായോ കലോത്സവത്തിൽ? അപ്പോൾ ഏട്ടൻ്റെ പാട്ട് കേട്ടിരുന്നു? എൻ്റെ കഥകളി സംഗീതം കേട്ടിരുന്നോ? രാവിലെ വന്നു ഇവിടത്തേക്ക്, കലോത്സവത്തിൻ്റെ അടുത്തേക്ക് വന്നു അല്ലേ? അപ്പോൾ മോനെ ഇനിയിപ്പോൾ കഥകളി സംഗീതം ആരാ പഠിപ്പിക്കുന്നൊക്കെ? കലാനിലയം ഹരിമാഷ്. ശാസ്ത്രീയ സംഗീതവും രാജേഷ് തൃക്കരിപ്പൂർ സാർ. രണ്ട് വർഷമാരാണ്. കഥകളി സംഗീതം എത്ര വർഷമായിട്ട് കലോത്സവ വേദിയിൽ കൊണ്ടുവരുന്നുണ്ട്? ഇപ്പം കഥകളി സംഗീതം കലോത്സവത്തിന് മാത്രമായിട്ട് പഠിച്ചു ഒരു കൊല്ലം. ഇത്തവണത്തേക്ക് പഠിച്ചത്? ഇതിന് മുന്നേ ശാസ്ത്രീയ സംഗീതമാണ്? ശാസ്ത്രീയ സംഗീതമാണ് കുറെ കൊല്ലം പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? നമ്മുടെ എന്നാൽ കഥകളി സംഗീതം എന്നത് ഇത് നമ്മുടെ ഈ ശാസ്ത്രീയ സംഗീതം പോലെ അല്ലെങ്കിൽ പോലും നമുക്ക് ആ കഥകളി സംഗീതത്തിന്റെ ഒരു ഭാഗം പാടിയാലോ? പാടാം. പ്രീതി പ്രദേശിൻ ഋതുപർണരാജേ സ്പീത പ്രകാശേ നിഷദൗഷധി നമ്മുടെ ഈ കഥകളി സംഗീതത്തിൽ ഇത് ഏത് ഭാഗമാണ് ഇതിലെടുത്തിട്ടുള്ളത്? ഇത് നളചരിത ആട്ടകഥയിലെ ഭാഗമാണ്. അതിന്റെ ഒരു ഭാഗമാണ് അല്ലേ എടുത്തിട്ടുള്ളത്? എത്ര മിനിറ്റ് പാടേണ്ടതായിട്ടുണ്ട്? 10 മിനിറ്റ് പാടണം. 10 മിനിറ്റ് പാടേണ്ടതായിട്ടുണ്ട്. അപ്പൊ അതിൽ ഏകദേശം ആശയം വരുന്ന ആ ഒരു പോർഷൻ തന്നെ എടുത്ത് നമുക്ക് അവതരിപ്പിക്കേണ്ടതായിട്ടുണ്ടല്ലേ? അപ്പോ ആ രീതിയിൽ തന്നെ അത് അവതരിപ്പിച്ചിട്ടുണ്ടാവും. ഇപ്പോ പാട്ട് പഠിക്കുന്നുണ്ടെന്ന് പറഞ്ഞല്ലോ, കുറെ വർഷക്കാലമായിട്ട് പാട്ട് പഠിക്കുന്നില്ലേ? അപ്പോ നമുക്കൊരു സിനിമ പാട്ടായാലോ? ഏതെങ്കിലും ഒരു സിനിമ പാട്ടിന്റെ ചെറിയൊരു ഭാഗം. മധുപകരൂനി താരകേ മനസ്സിലെ മോഹം നീ മധുപകരൂനി താരകേ മനസ്സിലെ മോഹം നീ ഈ അധരങ്ങൾ ചേരും നേരം മായികലോകം പുൽകുന്നേ പുന്നാരേ കൊതിച്ചിട്ടും വരാനെന്തേ വൈകി നീ കൊതിച്ചിട്ടും വരാനെന്തേ വൈകി നീ കൊതിച്ചിട്ടും വരാനെന്തേ വൈകി നീ എത്ര വിളിച്ചിട്ടും വരാതെങ്ങോ നിന്നു നീ. നല്ല മനോഹരമായ ശബ്ദങ്ങൾ കേട്ടിരുന്നു പോകും. അനിയത്തി പാട്ട് പാടും? ഓള് പാട്ട് പാടും, ചെറുങ്ങനെ പാടും. പഠിക്കാൻ പോകുന്നുണ്ടോ? ഇപ്പൊ പാട്ട് പഠിക്കാൻ പോകുന്നുണ്ടോ? ഏട്ടനെ പോലെ ഒരു പാട്ടുകാരനാവണമെന്നാണോ ആഗ്രഹം? ആണോ? ആ സന്തോഷം അവളുടെ മുഖത്തുണ്ട്. പാട്ട് പാടി തുടങ്ങി. ഇവിടെ ഒരു പാട്ട് പാടണോ? ഇല്ലേ, സെറ്റായിട്ടില്ല അല്ലേ? സെറ്റായിട്ട് ഒരു ദിവസം വരൂ പാടാൻ വേണ്ടിയിട്ട്? വരാമെന്നാണ് പറയുന്നത്. നമ്മുടെ ഇപ്പോൾ ഇനി സ്റ്റേറ്റ് കലോത്സവം വരാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ നമ്മുടെ ഈ ജില്ലാ കലോത്സവം നമ്മുടെ കണ്ണൂരിനെ റെപ്രസെൻറ്റേറ്റ് ചെയ്തുകൊണ്ടാണ് ഇനി നമ്മുടെ തലസ്ഥാനത്തേക്ക് പോകുന്നത് അല്ലെ, മത്സരിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇതിനേക്കാൾ ഒന്നുകൂടെ ഉഷാറായി നമ്മുടെ കണ്ണൂർ ജില്ലക്ക് വേണ്ടി പോയിന്റുമായിട്ട് തിരിച്ചു വരണം. വരൂലേ? വരുമെന്നാണ് നമ്മുടെ പ്രതീക്ഷ. അങ്ങനെ തന്നെ ഉണ്ടാവട്ടെ. നല്ല രീതിയിൽ നല്ലൊരു വിജയം അവിടെയും കൈവരിക്കാൻ വേണ്ടി സാധിക്കട്ടെ. എല്ലാവിധ ആശംസകളും. താങ്ക് യു.